ഗവൺമെൻറ് ഐ ടി മലമ്പുഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷൈൻ, ഗവൺമെൻറ് ഐ ടി കൊഴിഞ്ഞാമ്പാറയിലെ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. രണ്ടാം വർഷ ഐ ടി ഐ ട്രെയിനികളുടെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് പാഠഭാഗത്തിൽ പഠിക്കാനുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന ഒരു ഭാഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഏറ്റവും ബൃഹത്തായുള്ള ഒരു പാഠഭാഗമാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇതിൻ്റെ ഏറ്റവും ഉള്ളറകളിലേക്ക് പോകാതെ വളരെ ലളിതമായുള്ള ഒരു രീതിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ രീതിയിലൂടെയാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓരോ ചോദ്യവും ഉത്തരവും ശ്രദ്ധാപൂർവം വായിക്കുകയും കേൾക്കുകയും ചെയ്യുക. അത് ഹൃദിസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദ പർപ്പസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പർപ്പസ് എന്താണ്? Options: to change the mechanical property of steel, to change the internal structure of steel, to change the appearance of the component, to change the chemical property of steel. Answer: to change the mechanical property of steel. Heat treatment ചെയ്യുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടി, സ്റ്റീലിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മാറ്റുന്നതിന് വേണ്ടിയാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റീലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മെറ്റലിനെ സംബന്ധിച്ച് അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസുകളായിട്ടുള്ള ഹാർഡ്നെസ്, ടഫ്നെസ്, ബ്രിട്ടിൽനെസ്, ഡക്റ്റിലിറ്റി, അങ്ങനെ ഒരുപാട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസുകൾ, ഇവയെല്ലാം തന്നെ ഒരു മെറ്റലിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എസ്പെഷ്യലി സ്റ്റീലിനെ സംബന്ധിച്ച് അതിൻ്റെ കോമ്പോസിഷനെയും സ്ട്രക്ചറിനെയും ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ കോമ്പോസിഷനിൽ മാറ്റം വരുത്തണം, അല്ല എങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തണം. അപ്പോൾ ഹീറ്റിങ്ങിൻ്റെയും അതുവഴി ഒരു പ്രത്യേക ഊഷ്മാവിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം പ്രത്യേക രീതിയിൽ തണുപ്പിച്ചെടുക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് മെറ്റൽസിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഇങ്ങനെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ സ്ട്രക്ചർ ഓഫ് എ മെറ്റൽ ബൈ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഈസ്. ഒരു മെറ്റലിൻ്റെ സ്ട്രക്ചറിനെ ഹീറ്റിങ്ങിൻ്റെയും കൂളിങ്ങിൻ്റെയും സഹായത്താൽ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻസ് ആർ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, മെഷീനിങ്, ഹോട്ട് റോളിംഗ്, മെൽറ്റിംഗ്. ഞാനതിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞതാണ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് സ്ട്രക്ചർ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമ്പിനേഷൻ പ്രോസസ്സാണ്. അതായത് ഹീറ്റിങ്ങിൻ്റെയും കൂളിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷൻ പ്രോസസ്സാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് മെറ്റൽസിൻ്റെ സോളിഡ് അവസ്ഥയിൽ, അതായത് ഖരാവസ്ഥയിലാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നമുക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വഴി അതിൻ്റെ മൈക്രോ സ്ട്രക്ചറിൽ മാറ്റം വരികയും അതിനനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ലഭിക്കുകയും ചെയ്യും. അടുത്തൊരു ചോദ്യം, വിച്ച് ടെമ്പറേച്ചർ ചേഞ്ച് സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ ടു ഓസ്റ്റനേറ്റ്. താഴെ പറയുന്നതിൽ ഏത് ടെമ്പറേച്ചറാണ് സ്റ്റീലിൻ്റെ സ്ട്രക്ചർ ഓസ്റ്റനേറ്റ് അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്? ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, സ്മോളർ, ലെസർ. ആൻസർ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നതാണ്. അപ്പോൾ നമ്മളോട് ഒരു ടേം പഠിച്ചു, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ രണ്ട് രീതിയിലുള്ള ടെമ്പറേച്ചറാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അഥവാ LCT, രണ്ട് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അഥവാ UCT. എന്താണ് LCT എന്ന് നോക്കാം. നമ്മൾ മെറ്റൽസ് ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി അതിൻ്റെ ടെമ്പറേച്ചർ ഉയർന്നു വരികയും ഒരു പ്രത്യേക ഊഷ്മാവ് എത്തുന്ന സമയത്ത് ആ സ്ട്രക്ചറിൽ മാറ്റം വരുവാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അത് ഓസ്റ്റനേറ്റ് അവസ്ഥയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഊഷ്മാവിനെയാണ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒരു പ്ലെയിൻ കാർബൺ സ്റ്റീലിനെ സംബന്ധിച്ച് അതിൻ്റെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 723 ഡിഗ്രി സെൽഷ്യസ് ആണ്. വീണ്ടും അത് ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി അതിൻ്റെ ഊഷ്മാവ് വീണ്ടും വർദ്ധിക്കുകയും അത് പൂർണ്ണമായും ഓസ്റ്റനേറ്റ് അവസ്ഥയിലേക്ക്, സ്റ്റീല് അല്ലെങ്കിൽ മെറ്റൽസ് സ്റ്റീല് ഓസ്റ്റനേറ്റ് അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ UCT അഥവാ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ LCTയും UCTയും സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ പ്രധാനമായിട്ടും LCTയും UCTയും സ്റ്റീലിലെ കാർബൺ പെർസെൻറ്റേജിനനുസരിച്ച് അതിൻ്റെ ഊഷ്മാവ് വ്യത്യാസം വരാം. ഉദാഹരണം നമുക്ക് നോക്കാം. 0.57% അല്ലെങ്കിൽ 1.15% കാർബൺ സ്റ്റീലുകളെ സംബന്ധിച്ച് അതിൻ്റെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 723 ഡിഗ്രി സെൽഷ്യസും അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 800 ഡിഗ്രി സെൽഷ്യസും ആണ്. ഇനി 0.84% കാർബൺ സ്റ്റീലുകളെ സംബന്ധിച്ച് അതിൻ്റെ LCTയും UCTയും 723 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആണ്. ഇങ്ങനെയുള്ള ആ കാർബൺ സ്റ്റീലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂടെക്ടോയിഡ് സ്റ്റീൽ എന്ന്. അടുത്തൊരു ചോദ്യം. The 3 stages of heat treatment is heating, soaking and touch. Options are smelting, cooling, hardening, tempering. ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ 3 സ്റ്റേജുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ആൻസർ കൂളിംഗ് എന്നതാണ്. അപ്പോൾ 3 സ്റ്റേജിലൂടെ കടന്നു വരുമ്പോഴാണ് ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രക്രിയ പൂർത്തിയാക്കുന്നത്. 1 ഹീറ്റിംഗ്, 2 സോക്കിംഗ്, 3 കൂളിംഗ്. അപ്പോൾ ഒന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഹീറ്റിംഗ് എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ റെസിഡുവൽ സ്ട്രെസ്സസ്, ഷേപ്പ്, സൈസ് ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഹീറ്റിംഗ് റേറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ഹീറ്റിംഗ് റേറ്റ് തീരുമാനിച്ചതിന് ശേഷം നമ്മൾ ഹീറ്റ് ചെയ്യുകയും ഒരു പ്രത്യേക ആവശ്യമായുള്ള രീതിയിലേക്ക് അതിൻ്റെ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരികയും ആ ടെമ്പറേച്ചറിൽ തന്നെ അതേ ടെമ്പറേച്ചറിൽ തന്നെ ആ മെറ്റൽസിനെ കുറച്ച് സമയം സൂക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ എല്ലാ ഭാഗത്തും യൂണിഫോമിലി ആയി സ്ട്രക്ചർ മാറ്റം പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ അതേ ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കുന്ന ആ ഒരു സ്റ്റേജാണ് സോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഹീറ്റിംഗ്, രണ്ടാമത്തെ സ്റ്റേജ് സോക്കിംഗ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്തായിരിക്കും? അതാണ് കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് ചെയ്തു, സോക്ക് ചെയ്തു, അതിന് ശേഷമാണ് കൂളിംഗ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലെ വളരെ പ്രധാനമടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജാണ് കൂളിംഗ് എന്ന് പറയുന്നത്. 2 രീതിയിൽ നമുക്ക് കൂളിംഗ് ചെയ്യാം. ഒന്നുകിൽ വളരെ സാവധാനത്തിൽ സ്ലോ കൂളിംഗ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ റാപ്പിഡ്ലി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തണുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തണുപ്പിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് മെറ്റൽസുകൾ സോഫ്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഹാർഡ് ആവുകയൊക്കെ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. How does the rate of cooling affect the hardness of the metal? Options are slow cooling hard material, slow cooling soft material, rapid cooling soft material, no effective change. ഈ കൂളിംഗ് റേറ്റ് എങ്ങനെയാണ് മെറ്റൽസിൻ്റെ ഹാർഡ്നെസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം സ്ലോ കൂളിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കൂള് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് മെറ്റൽസുകൾ സോഫ്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഹാർഡ് ആവുകയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കൂളിംഗ് റേറ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ സോഫ്റ്റ് ആക്കണോ ഹാർഡ് ആക്കണോ എന്നുള്ളത് ചെയ്യുന്നത്. വളരെ സാവധാനത്തിലാണ് തണുപ്പിക്കുന്നതെങ്കിൽ മെറ്റൽസ് സോഫ്റ്റ് ആവുകയാണ് ചെയ്യുക. നേരെ മറിച്ച് റാപ്പിഡ് കൂളിംഗ് അവസ്ഥയാണെങ്കിൽ മെറ്റൽസ് എന്താകും? ഹാർഡ് ആകും. അപ്പോൾ സ്ലോ കൂളിംഗ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് മെറ്റലാണ് അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് ലഭിക്കുക. ഫാസ്റ്റ് കൂളിംഗ് ആണെങ്കിൽ അത് ഹാർഡ് മെറ്റലായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് സ്ലോ കൂളിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ എന്നാണ്. ഈ ഓപ്ഷൻ അല്ലാതെ റാപ്പിഡ് കൂളിംഗ് ഹാർഡ് മെറ്റീരിയൽസ് എന്നുള്ളൊരു ഓപ്ഷൻസ് വരികയാണെങ്കിൽ അത് ശരിയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് കൊഞ്ചിങ് മീഡിയം ഈസ് കോമൺലി യൂസ്ഡ്? ഏത് കൊഞ്ചിങ് മീഡിയമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് ആർ വാട്ടർ ആൻഡ് ലെഡ്, വാട്ടർ ആൻഡ് ഓയിൽ, വാട്ടർ ആൻഡ് ബ്രൈൻ സൊല്യൂഷൻ, ലെഡ് ആൻഡ് ബ്രൈൻ സൊല്യൂഷൻ. ആൻസർ വാട്ടർ ആൻഡ് ഓയിൽ എന്നാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ടേം പഠിച്ചു, കൊഞ്ചിങ് എന്ന് പറയുന്നത്. കൂളിങ്ങിൻ്റെ മറ്റൊരു പേരാണ് കൊഞ്ചിങ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ പെട്ടെന്നുള്ള റാപ്പിഡ് കൂളിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ സാധാരണയായിട്ട് കൊഞ്ചിങ് എന്ന് പറയുന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റാപ്പിഡ് കൂളിങ്ങിൻ്റെ ഫലമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റൽസ് ഹാർഡ് ആവാനാണ് ചാൻസ്. ഈ റാപ്പിഡ് കൂളിംഗ് ചെയ്യുന്നത് ഒന്നുകിൽ വാട്ടറിൽ അല്ലെങ്കിൽ ഓയിലിൽ ഡിപ്പ് ചെയ്യുക, അതായത് ഇമേഴ്സ് ചെയ്യുക, മുക്കുക. അങ്ങനെയാണ് നമ്മൾ കൊഞ്ചിങ് പ്രോസസ്സ് പൂർത്തിയാക്കുന്നത്.
അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ കൊഞ്ചിങ് ഓയിൽ വിസ്കോസിറ്റി ഷുഡ് ബി. ഈ ഓയിലിൽ മുക്ക എന്ന് ഞാൻ പറഞ്ഞു. ഈ ഓയിലിൽ ഉപയോഗിക്കുന്ന കൊഞ്ചിങ് ഓയിലിൻ്റെ വിസ്കോസിറ്റി അത് നോർമൽ, മീഡിയം, ലോ, ഹൈ. അതിൻ്റെ ഓപ്ഷൻസ് ലോ ആണ്. ലോ വിസ്കോസിറ്റി ഓയിലാണ് കൊഞ്ചിങ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തൊരു ചോദ്യം, വിച്ച് കൊഞ്ചിങ് മീഡിയം ഫോർ ഹാർഡനിങ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ. ഹൈ സ്പീഡ് സ്റ്റീലിൻ്റെ ഹാർഡനിങ് ചെയ്യുന്ന സമയത്ത് ഏത് കൊഞ്ചിങ് മീഡിയമാണ് ഉപയോഗിക്കുക? ഓപ്ഷൻസ് വാട്ടർ സ്പ്രേ, സ്റ്റിൽ എയർ, ബാത്ത് ഓഫ് വാട്ടർ, എയർ ബ്ലാസ്റ്റ് ഓർ ഓയിൽ. ഓപ്ഷൻസ് ആൻസർ എയർ ബ്ലാസ്റ്റ് ഓർ ഓയിൽ എന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ടേം ശ്രദ്ധിക്കണം. നമ്മൾ ഇതുവരെ കാണാത്തൊരു ടേമാണ് വിച്ച് കൊഞ്ചിങ് മീഡിയം ഫോർ ഹാർഡനിങ്. ഹാർഡനിങ് എന്ന് പറയുന്നത് ഒരു ടേമാണ് പുതിയത്. നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിൽ ശ്രദ്ധിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് കൊഞ്ചിങ് മീഡിയം ഫോർ നോർമലൈസിങ് ലോ കാർബൺ ഓർ മീഡിയം കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ എന്നിവ കൊഞ്ചിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മീഡിയം ഏതാണ്? ഓപ്ഷൻസ് വാട്ടർ സ്പ്രേ, സ്റ്റിൽ എയർ, ബാത്ത് ഓഫ് വാട്ടർ, എയർ ബ്ലാസ്റ്റ് ഓർ ഓയിൽ. ഇതിൻ്റെ ആൻസർ സ്റ്റിൽ എയർ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു ടേം നമുക്ക് കിട്ടി, നോർമലൈസിങ് എന്ന്. നേരത്തെ ഒരു ടേം കണ്ടു ഹാർഡനിങ്, രണ്ടാമത്തെ ഒരു ടേം നോർമലൈസിങ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് കൊഞ്ചിങ് മീഡിയം ഫോർ ഹാർഡനിങ് ഓഫ് കാർബൺ സ്റ്റീൽ. കാർബൺ സ്റ്റീലിന് ഹാർഡൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് കൊഞ്ചിങ് മീഡിയമാണ് ഉപയോഗിക്കുന്നത്? വാട്ടർ സ്പ്രേ, സ്റ്റിൽ എയർ, ബാത്ത് ഓഫ് വാട്ടർ, എയർ ബ്ലാസ്റ്റ് ഓർ ഓയിൽ. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ, ബാത്ത് ഓഫ് വാട്ടർ. അടുത്ത ചോദ്യം, വിച്ച് കൊഞ്ചിങ് മീഡിയം ഫോർ ഫ്ലെയിം ഹാർഡനിങ്. ഫ്ലെയിം ഹാർഡനിങ്ങിന് ഏത് കൊഞ്ചിങ് മീഡിയമാണ് ഉപയോഗിക്കുക? ഓപ്ഷൻസ് വാട്ടർ സ്പ്രേ, സ്റ്റിൽ എയർ, ബാത്ത് ഓഫ് വാട്ടർ, എയർ ബ്ലാസ്റ്റ് ഓർ ഓയിൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വാട്ടർ സ്പ്രേ ആണ്. അപ്പോൾ നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ടേംസുകൾ, ഹാർഡനിങ്, നോർമലൈസിങ് എന്ന് പറയുന്ന രണ്ട് ടേംസുകൾ നമ്മൾ കണ്ടു. ഇത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സുകളാണ്, പ്രക്രിയകളാണ്. ഇപ്പോൾ 4 രീതിയിലുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്ക് നിലവിലുള്ളത്. അനീലിംഗ്, നോർമലൈസിങ്, ഹാർഡനിങ്, ടെമ്പറിങ്. ഇതെല്ലാം തന്നെ ഫുൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളാണ്. അപ്പോൾ 4 രീതിയിലുള്ള ഫുൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളാണ് അനീലിംഗ്, നോർമലൈസിങ്, ഹാർഡനിങ്, ടെമ്പറിങ്. ഇത് കൂടാതെ സർഫസ് മാത്രം ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളുണ്ട്. ഇത് 2 രീതിയിലാണ്. ഒന്ന് കേസ് ഹാർഡനിങ്ങും 2 സർഫസ് ഹാർഡനിങ്ങും. ഈ കേസ് ഹാർഡനിങ് തന്നെ കാർബറൈസിങ്, സൈനൈഡിങ്, നൈട്രൈഡിങ്, കാർബോനൈട്രൈഡിങ്, അങ്ങനെ 4 രീതിയിൽ കേസ് ഹാർഡനിങ്ങുകളുണ്ട്. സർഫസ് ഹാർഡനിങ് 2 രീതിയിലുണ്ട്, ഫ്ലെയിം ഹാർഡനിങ്ങും ഇൻഡക്ഷൻ ഹാർഡനിങ്ങും. ഈ കേസ് ഹാർഡനിങ്ങും സർഫസ് ഹാർഡനിങ്ങും ഫുൾ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് അല്ല. മെറ്റൽസ് പൂർണ്ണമായിട്ടും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളല്ല. അതിൻ്റെ സർഫസ് മാത്രമേ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയുള്ളൂ. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേജ് ഓഫ് അനീലിംഗ്. താഴെ പറയുന്നവയിൽ ഏതാണ് അനീലിംഗ് പ്രോസസ്സ് അല്ലാത്തത്? അനീലിംഗിൽ അല്ലാത്തൊരു സ്റ്റേജ്. ഓപ്ഷൻസ് ഹീറ്റിംഗ്, സോക്കിംഗ്, ടെമ്പറിങ്, കൊഞ്ചിങ്. അനീലിംഗ് എന്ന് പറയുന്ന ഒരു ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അതിൽ 3 സ്റ്റേജുകളാണ് ഉള്ളത്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഇതിൽ ഉൾപ്പെടാത്ത ഒരു സ്റ്റേജ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ 3 സ്റ്റേജുകളുണ്ട്, ഹീറ്റിംഗ്, സോക്കിംഗ്, കൊഞ്ചിങ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ടെമ്പറിങ് എന്നതാണ്. അതിൻ്റെ ആൻസർ വന്നിട്ട് ടെമ്പറിങ് എന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ടേം പഠിച്ചു, അനീലിംഗ് എന്ന് പറയുന്നത്. അനീലിംഗ് എന്ന് പറയുന്ന ഒരു ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് മെറ്റൽസിനെ സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനീലിംഗ് എന്ന് പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അനീലിംഗ് എന്ന് പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രക്രിയ പൂർത്തിയാകുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഊഷ്മാവിലേക്ക് മെറ്റൽസിനെ കൊണ്ടുവരികയും അതേ ഊഷ്മാവിൽ സോക്ക് ചെയ്തതിന് ശേഷം വളരെ സാവധാനത്തിൽ തണുപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് അനീലിംഗ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പോൾ വളരെ സാവധാനം തണുപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസ് ഹീറ്റ് ചെയ്തതിന് ശേഷം, സോക്ക് ചെയ്തതിന് ശേഷം അതേ ഫർണസിൽ തന്നെ സൂക്ഷിച്ച് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതേ ഫർണസിൽ തന്നെ വെച്ചുകൊണ്ട് വളരെ സാവധാനത്തിൽ തണുപ്പിച്ചെടുക്കുകയാണ് അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ സാധ്യമാക്കുന്നത്. ഈ അനീലിംഗ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മെറ്റൽസ് സോഫ്റ്റ് ആവുകയാണ് ചെയ്യാറ്.
ഇപ്പോൾ ഈ ഹീറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞു, ഹീറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ കാർബൺ കണ്ടന്റിനനുസരിച്ച് വ്യത്യാസപ്പെടും. അതേപോലെ സോക്കിംഗ് എന്ന് പറയുന്നത് കാർബൺ കണ്ടന്റിനനുസരിച്ച് വ്യത്യാസപ്പെടും. അതേപോലെ സ്ലോ ചെയ്യുന്നത് അതെല്ലാം തന്നെ കാർബൺ കണ്ടന്റിനനുസരിച്ചിട്ടാണ് വ്യത്യാസപ്പെടുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് അനീലിംഗ്? അനീലിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ അനീലിംഗ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ആർ ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, ടു ഇംപ്രൂവ് മാഗ്നറ്റിസം, ടു ഇൻക്രീസ് ഹാർഡ്നെസ്, ടു ഇൻക്രീസ് ടഫ്നെസ്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി. ഇപ്പോൾ സോഫ്റ്റ്നെസ് കൂട്ടുക, അതേപോലെ മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതൊക്കെയാണ് അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് നമുക്ക് സാധ്യമാക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, which one of the following by which steel is heated to the required temperature and then cooled slowly in the furnace itself? താഴെ പറയുന്നവയിൽ ഏത് പ്രോസസ്സാണ് അല്ലെങ്കിൽ ഏത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലാണ് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുക, സോക്ക് ചെയ്യുക, അതിന് ശേഷം ഫർണസിൽ വെച്ച് തന്നെ തണുപ്പിച്ചെടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതാണത്. ഓപ്ഷൻസ് ആർ ടെമ്പറിങ്, ഹാർഡനിങ്, നൈട്രേറ്റിംഗ്, അനീലിംഗ്. അപ്പോൾ അനീലിംഗ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞു ഫർണസിൽ വെച്ച് തന്നെയാണ് മെറ്റൽസ് തണുപ്പിച്ചെടുക്കുന്നതെങ്കിൽ അത് അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അടുത്തൊരു ചോദ്യം, ഇൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് അനീലിംഗ് ഈസ് ഡൺ ടു. അനീലിംഗ് എന്തിനാണ് ചെയ്യുന്നത്? ഇൻക്രീസ് ദ ടഫ്നെസ്, ഇൻക്രീസ് ദ സോഫ്റ്റ്നെസ്, ഇൻക്രീസ് ദ ഹാർഡ്നെസ്, ഇൻക്രീസ് ദ ബ്രിട്ടിൽനെസ്. ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അതിൻ്റെ ആൻസർ വന്നിട്ട് ഇൻക്രീസ് ദ സോഫ്റ്റ്നെസ് എന്നാണ്. അടുത്തൊരു ചോദ്യം, ഫോർ ഫുൾ അനീലിംഗ് ഓഫ് ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീൽ ദേ ആർ ഹീറ്റഡ് ഇൻ എ റേഞ്ച് എബവ്. താഴെ പറയുന്നതിൽ ഏത് ടെമ്പറേച്ചറാണ് ഈ ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീലിന് അനീലിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് റേഞ്ച്? 153 to 250, 273 to 350 സെൽഷ്യസ്, 551 to 770 സെൽഷ്യസ്, 723 to 910 സെൽഷ്യസ്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് 723 to 910 സെൽഷ്യസ് ആണ്. ഈ ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.77%, കാർബൺ കണ്ടന്റ് 0.77%, കുറവുള്ള സ്റ്റീലുകളെയാണ് നമ്മൾ ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രോസസ് അനീലിംഗ് ഈസ് അപ്ലൈഡ് ടു വിച്ച് കൈൻഡ് ഓഫ് മെറ്റീരിയൽ? ഈ അനീലിംഗ് പ്രോസസ്സ് ഏത് തരത്തിലുള്ള മെറ്റീരിയലിലാണ് അപ്ലൈ ചെയ്യുന്നത്? ഓപ്ഷൻസ്, സ്റ്റീൽ കാസ്റ്റിംഗ്, ലോ കാർബൺ സ്റ്റീൽസ്, ഹൈ കാർബൺ സ്റ്റീൽസ്, മീഡിയം കാർബൺ സ്റ്റീൽ. ഉത്തരം ലോ കാർബൺ സ്റ്റീൽ. അപ്പോൾ ലോ കാർബൺ സ്റ്റീലിൽ അനീലിംഗ് എന്ന് പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ ഈസ് കൂളിംഗ് ഓഫ് ദ മെറ്റീരിയൽ ഡൺ ഇൻ നോർമലൈസിംഗ് പ്രോസസ്? നോർമലൈസിംഗ് പ്രോസസ്സിൽ എങ്ങനെയാണ് കൂളിംഗ് സാധ്യമാക്കുന്നത്? ഓപ്ഷൻസ്, ഫർണസ്, കൂളിംഗ് ടവർ, സ്റ്റിൽ എയർ, ലിക്വിഡ് ചേംബർ. ഇതിൻ്റെ ആൻസർ വന്നിട്ട് സ്റ്റിൽ ഇൻ എയർ. അപ്പോൾ നോർമലൈസിംഗ് എന്ന് പറയുന്നത് അടുത്തൊരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്. നേരത്തെ നമ്മൾ അനീലിംഗ് പറഞ്ഞു. ഈ അനീലിംഗ് ചെയ്യുന്നതിൻ്റെ അതേ ഫലം തന്നെയാണ് നോർമലൈസിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ അനീലിങ്ങിൻ്റെയും നോർമലൈസിങ്ങിൻ്റെയും ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനീലിംഗ് ചെയ്തതിന് ശേഷം അനീലിംഗ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കൂളിംഗ് നടത്തുന്നത് അതേ ഫർണസിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ നോർമലൈസിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂളിംഗ് ചെയ്യുന്നത് ഈ ഫർണസിൽ നിന്ന് എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് തണുപ്പിക്കുക. അപ്പോൾ കുറച്ചും കൂടിയും അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനേക്കാൾ കുറച്ചും കൂടി വേഗത്തിൽ തണുത്ത് കിട്ടാനായിട്ട് നോർമലൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇതിന് സാധ്യമാകും. അടുത്തൊരു ക്വസ്റ്റ്യൻ, നോർമലൈസിംഗ് ഈസ് ബെസ്റ്റ് യൂസ്ഡ് ഫോർ ഈസ് വാട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽ? ഏത് തരത്തിലുള്ള മെറ്റീരിയലിനാണ് ഈ നോർമലൈസിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യം? ഓപ്ഷൻസ്, സ്റ്റീൽ കാസ്റ്റിംഗ്, സ്റ്റീൽ വയേഴ്സ്, ഹൈ കാർബൺ സ്റ്റീല്, ലോ ആൻഡ് മീഡിയം കാർബൺ സ്റ്റീൽ. ഉത്തരം ലോ ആൻഡ് മീഡിയം കാർബൺ സ്റ്റീൽ. ലോ മീഡിയം കാർബൺ സ്റ്റീലിന് ഹീറ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നോർമലൈസിംഗ്. നേരത്തെ നമ്മൾ കണ്ടു അനീലിംഗ് എന്ന് പറയുന്നത് ലോ കാർബൺ സ്റ്റീലുകളിലാണ് അപ്ലൈ ചെയ്തിരുന്നത്. അടുത്തൊരു ചോദ്യം, ദ സ്ട്രക്ചർ ഒബ്റ്റൈൻഡ് ബൈ നോർമലൈസിംഗ് ഡിപ്പെൻഡ്സ് ഓൺ സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ്, ടഫ്നെസ് ഓഫ് മെറ്റീരിയൽ, തിക്നെസ് ഓഫ് ക്രോസ് സെക്ഷൻ, സ്ട്രെങ്ത് ഓഫ് വെൽഡ്. ഇതിൻ്റെ ആൻസർ തിക്നെസ് ഓഫ് ക്രോസ് സെക്ഷൻ എന്നാണ്. അടുത്തൊരു ചോദ്യം,
വിച്ച് പ്രോസസ് പ്രൊഡ്യൂസ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്? താഴെ പറയുന്നതിൽ ഏത് പ്രോസസ്സാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നത്? അനീലിംഗ് ആൻഡ് നോർമലൈസിംഗ്, ഹാർഡനിങ് ആൻഡ് ടെമ്പറിംഗ്, അനീലിംഗ് ആൻഡ് ഹാർഡനിങ്, നോർമലൈസിംഗ് ആൻഡ് ടെമ്പറിംഗ്. ഉത്തരം അനീലിംഗ് ആൻഡ് നോർമലൈസിംഗ് എന്നതാണ്. ഓപ്ഷൻസ് എ. അടുത്തൊരു ചോദ്യം, ഫോർ ഹാർഡനിങ് ഓഫ് സ്റ്റീൽ ബൈ കൊഞ്ചിങ് ദ സ്റ്റീൽ ഈസ് കൂൾഡ് ഇൻ. ഹാർഡനിങ് എന്ന് പറയുന്നത് മറ്റൊരു ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്, അത് ഞാൻ വിശദീകരിക്കാം. ഈ ഹാർഡനിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റീലിനെ എങ്ങനെയാണ് തണുപ്പിക്കുന്നത്? ഓപ്ഷൻസ് ഫർണസ്, സ്റ്റിൽ എയർ, ഓയിൽ ബാത്ത്, കൂളിംഗ് ടവർ. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓയിൽ ബാത്ത് എന്നതാണ്. അപ്പോൾ ഹാർഡനിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസിന് ഹാർഡ്നെസ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഹാർഡനിങ് എന്ന് പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലൂടെ സാധ്യമാക്കുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഒരു മെറ്റൽസിൻ്റെ ഹാർഡ്നെസ് കൂട്ടുന്നത് അത് വളരെ എളുപ്പത്തിൽ വളരെ റാപ്പിഡായിട്ട് തണുപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഹാർഡ്നെസ് കൂടുക. അപ്പോൾ ഈ ഹാർഡ്നെസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ സാവധാനത്തിലല്ല തണുപ്പിക്കേണ്ടത്, വളരെ പെട്ടെന്ന് തണുപ്പിച്ചെടുക്കണം. ആ തണുപ്പിച്ചെടുക്കാൻ വേണ്ടി ഒന്നുകിൽ വാട്ടർ അല്ലെങ്കിൽ ഓയിൽ ഇതെല്ലാം തന്നെ ഇമേഴ്സ് ചെയ്യുക, മുക്കിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡനിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മെറ്റൽസിനെ ഹീറ്റ് ചെയ്യുകയും അത് വളരെ സാവധാനത്തിൽ തണുപ്പിക്കാതെ വളരെ പെട്ടെന്ന് റാപ്പിഡായിട്ടുള്ള രീതിയിൽ തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന കൊഞ്ചിങ് മീഡിയത്തിനനുസരിച്ചിട്ട് നമുക്കറിയാം, കൊഞ്ചിങ് എന്താണെന്ന് പറഞ്ഞു, റാപ്പിഡ് കൂളിങ്ങിനെയാണ് കൊഞ്ചിങ് എന്ന് പറയുന്നത്. ഈ കൊഞ്ചിങ് മീഡിയത്തിനനുസരിച്ചിട്ട് ഹാർഡ്നെസ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെടാം, അതിൻ്റെ കൂളിംഗ് റേറ്റ് വ്യത്യാസപ്പെടാം. ഈ കൂളിംഗ് റേറ്റിനനുസരിച്ചിട്ട് ഹാർഡ്നെസ്സും വ്യത്യാസപ്പെടാം. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിലുള്ള ഒരു കൊഞ്ചിങ് ആണെങ്കിൽ സോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ കോസ്റ്റിക് സോഡയുടെയോ ഒരു വെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് വളരെ റാപ്പിഡ് കൊഞ്ചിങ്ങിനാണ്. സ്ലോ കൊഞ്ചിങ്ങിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബ്ലാസ്റ്റ് ഉപയോഗിക്കാം. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് കൊഞ്ചിങ്ങാണ് നമുക്ക് ആവശ്യമെങ്കിൽ അവിടെ ഓയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓയിലും വാട്ടറുമാണ് സാധാരണയായിട്ട് നമ്മൾ കൊഞ്ചിങ് മീഡിയംസ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം, ദ ഹാർഡനിങ് പ്രോസസ് ഈസ് ക്യാരീഡ് ഔട്ട് ഓൺ ഡാഷ് സ്റ്റീൽ. ഹാർഡനിങ് പ്രോസസ്സ് ഏത് തരത്തിലുള്ള സ്റ്റീലുകളിലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് നോ കാർബൺ, ലോ കാർബൺ, മീഡിയം കാർബൺ, ഹൈ കാർബൺ. നമ്മൾ നേരത്തെ കണ്ടതാണ് ലോ കാർബണിൽ ഉപയോഗിക്കുന്ന അനീലിംഗ് പ്രോസസ്സാണ്. മീഡിയം കാർബൺ സ്റ്റീലുകളിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നോർമലൈസിംഗ് ആണ്. അപ്പോൾ ഹൈ കാർബൺ സ്റ്റീലുകളിലാണ് ഹാർഡനസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഈ കാർബൺ കണ്ടൻറ്റ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഹാർഡ്നെസ്സും ഇൻക്രീസ് ആവും. അപ്പോൾ ഹൈ കാർബൺ സ്റ്റീലുകളിലാണ് സാധാരണയായിട്ട് ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സാധ്യമാക്കുന്നത്. അടുത്തൊരു ചോദ്യം, ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ വൈൽ ഹാർഡനിങ് ചെയ്യുന്ന സമയത്ത് ഹൈ കാർബൺ സ്റ്റീലിൻ്റെ LCT അഥവാ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണ്? ഓപ്ഷൻസ് 960 ഡിഗ്രി സെൽഷ്യസ്, 900 ഡിഗ്രി സെൽഷ്യസ്, 723 ഡിഗ്രി സെൽഷ്യസ്, 560 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻസ് സി 723 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടഫ്നെസ് ഇൻ എ സ്റ്റീൽ ഈസ് ഇൻക്രീസ്ഡ് and brittleness is decreased by a heat treatment operation called. Options A tempering, normalizing, annealing, case hardening. സ്റ്റീലിൻ്റെ ടഫ്നെസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയും ബ്രിട്ടിൽനെസ് കുറയ്ക്കുകയും ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻ ഏതാണ്? ആൻസർ ടെമ്പറിംഗ് എന്നതാണ്. ഇപ്പോൾ ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ഹാർഡനിങ് ചെയ്തതിന് ശേഷമാണ് മെറ്റൽസ് ടെമ്പറിംഗ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ഹാർഡനിങ് ചെയ്യുന്ന സമയത്ത് മെറ്റൽസിൻ്റെ ഹാർഡ്നെസ് വർദ്ധിക്കും, ഒപ്പം തന്നെ അതിൻ്റെ ബ്രിട്ടിൽനെസ് കൂടി വർദ്ധിക്കും. അപ്പോൾ ഹാർഡ്നെസ്സും ബ്രിട്ടിൽനെസ്സും ഒരുമിച്ച് വർദ്ധിക്കുകയാണ് ഹാർഡനിങ് പ്രോസസ്സിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാർഡ്നെസ് നിലനിർത്തിക്കൊണ്ട് ബ്രിട്ടിൽനെസ് മാത്രം കുറച്ചെടുക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറിംഗ് ചെയ്യുന്നതിന് ഫലമായിട്ട് അതിൻ്റെ ഹാർഡ്നെസ്സും ടഫ്നെസ്സും അതേപോലെ നിലനിൽക്കുകയും എന്നാൽ അതിൻ്റെ ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്
കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ടെമ്പറിങ് ആക്ച്വലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ മെറ്റൽസിൻ്റെ ബ്രിട്ടിൽനെസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ടെമ്പറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സാധ്യമാക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഹാർഡനിങ് പ്രോസസ് ദ മെറ്റൽ ബിക്കംസ് മോർ ഹാർഡൻഡ് ആൻഡ് ആൾസോ വിൽ ബിക്കം മോർ. ഓപ്ഷൻസ് ബ്രിട്ടിൽ, ഡക്റ്റൈൽ, മാലിയബിൾ, ടഫ്. ആൻസർ ഈസ് ബ്രിട്ടിൽ. ഹാർഡനിങ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഹാർഡനിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഹാർഡ്നെസ് കൂടുന്നതിനോടൊപ്പം തന്നെ മെറ്റൽസിൻ്റെ ബ്രിട്ടിൽ കൂടിയിട്ട് അല്ലെങ്കിൽ ബ്രിട്ടിൽനെസ് കൂടിയിട്ട് കൂടാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിസൾട്ട് ഓഫ് ടെമ്പറിങ്? താഴെ പറയുന്നതിൽ ഏതാണ് ടെമ്പറിങ്ങിൻ്റെ റിസൾട്ട് അല്ലാത്തത്? ഇൻക്രീസ്ഡ് ഡക്റ്റിലിറ്റി, ഇംപ്രൂവ്ഡ് ടഫ്നെസ്, ഇൻക്രീസ്ഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇൻറ്റേർണൽ സ്ട്രെസ്സസ് ആർ റിലീവ്ഡ്. ഒരു കാരണവശാലും ടെമ്പറിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യില്ല. നമുക്കറിയാം ടെമ്പറിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടഫ്നെസ് കുറയുകയാണ് ചെയ്യുക. ടഫ്നെസ് അല്ല, ബ്രിട്ടിൽനെസ് കുറയുകയാണ് ചെയ്യുക. അല്ലാതെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഒരു കാരണവശാലും കൂടാനായിട്ട് സാധിക്കില്ല. അടുത്തൊരു ചോദ്യം, ഹൗ ഈസ് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ അഫക്റ്റഡ് ഡ്യൂ ടു ടെമ്പറിങ്? ടെമ്പറിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, decreases with an increase in temperature, increases constantly, does not change. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമുക്കറിയാം ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ടെമ്പറേച്ചറിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുന്നത് നമ്മൾക്കറിയാം. അതേപോലെ ടെൻസൈൽ സ്ട്രെങ്ത്, അതേപോലെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ മെറ്റലിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ടാണ് വ്യത്യാസപ്പെടുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫ്യൂഷൻ മെത്തേഡ് ഓഫ് സർഫസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് ഈസ് നോട്ട് എ ഡിഫ്യൂഷൻ മെത്തേഡ് ഓഫ് സർഫസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്? ഓപ്ഷൻസ് കാർബറൈസിങ്, സൈനൈഡിങ്, ഇൻഡക്ഷൻ ഹാർഡനിങ്, കാർബോനൈട്രൈഡിങ്. എൻ്റെ ആൻസർ വന്നിട്ട് ഇൻഡക്ഷൻ ഹാർഡനിങ് എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫുൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റും ഉണ്ട്, സർഫസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സർഫസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെ രണ്ട് തരത്തിൽ, കേസ് ഹാർഡനിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ സർഫസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നും പറഞ്ഞു. ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അതിൻ്റെ സോഫ്റ്റ് കോറാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സർഫസ് ഹാർഡനിങ് അല്ലെങ്കിൽ കേസ് ഹാർഡനിങ് ഒക്കെ ചെയ്യുന്നത്. ഈ ഡിഫ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറൈസിങ്, സൈനൈഡിങ്, നൈട്രൈഡിങ്, കാർബോനൈട്രൈഡിങ് എന്നിങ്ങനെയാണ് 4 തരത്തിലുള്ള ഡിഫ്യൂഷൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ. അതായത് ഏതൊക്കെയാണ്? കാർബറൈസിങ്, സൈനൈഡിങ്, നൈട്രൈഡിങ്, കാർബോനൈട്രൈഡിങ്. ഇത് 4ഉം ഡിഫ്യൂഷൻ ഹാർഡനിങ് മെത്തേഡുകളാണ്. അതായത് മറ്റൊരു ലോഹം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാം. നേരെ മറിച്ച് തെർമൽ മെത്തേഡുകളായിട്ടുള്ളത് 2 മെത്തേഡുകളാണ്. ഒന്ന് ഫ്ലെയിം ഹാർഡനിങ്, 2 ഇൻഡക്ഷൻ ഹാർഡനിങ്. അപ്പോൾ ഒന്ന് ഡിഫ്യൂഷൻ മെത്തേഡും ഉണ്ട്, 2 തെർമൽ മെത്തേഡും ഉണ്ട്. ഡിഫ്യൂഷൻ മെത്തേഡുകളാണെങ്കിൽ 4 തരത്തിൽ, തെർമൽ മെത്തേഡ് 2 രീതിയിൽ. അപ്പോൾ ഇൻഡക്ഷൻ ഹാർഡനിങ്ങും ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറയുന്നത് തെർമൽ മെത്തേഡുകൾ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ പാർട്ട് മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ ക്യാൻ ബി ഹാർഡൻഡ് ബൈ? ഓപ്ഷൻസ് ടെമ്പറിങ്, നോർമലൈസിങ്, സർഫസ് ഹാർഡനിങ്, ഹാർഡനിങ്. അതിൻ്റെ ആൻസർ സർഫസ് ഹാർഡനിങ് എന്നാണ്. പല ആവശ്യങ്ങൾക്കും നമ്മൾ സർഫസ് മാത്രം ഹാർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കോർ എന്ന് പറയുന്നത് സോഫ്റ്റായിട്ട് നിലനിർത്തുകയും വേണം. അപ്പോൾ സോഫ്റ്റ് കോറ് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ സർഫസ് മാത്രം ഹാർഡ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സിനെയാണ് സർഫസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് അല്ലെങ്കിൽ സർഫസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, സൈനൈഡിങ് ആൻഡ് നൈട്രൈഡിങ് ആർ 2 മെത്തേഡ് ഓഫ്? സൈനൈഡിങ് എന്ന് പറയുന്നതും നൈട്രൈഡിങ് എന്ന് പറയുന്നതും ഏത് മെത്തേഡാണ്? ഹാർഡനിങ്, കേസ് ഹാർഡനിങ്, ടെമ്പറിങ്, നോർമലൈസിങ്. നമ്മളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഹാർഡനിങ്ങും ടെമ്പറിങ്ങും നോർമലൈസിങ് ഇതെല്ലാം തന്നെ ഫുൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. സൈനൈഡും നൈട്രൈഡിങ് എന്ന് പറയുന്നത് കേസ് ഹാർഡനിങ് മെത്തേഡുകൾ ആണ്. അത് ഡിഫ്യൂഷൻ മെത്തേഡ് കൂടിയിട്ട് ആണ്. അടുത്തൊരു ചോദ്യം, നൈട്രൈഡിങ് ഇൻവോൾവ്സ്
ദ അഡീഷൻ ഓഫ് ഡാഷ് ഫോർ ദ ഹാർഡനിങ് ഓഫ് സർഫസ്. നൈട്രൈഡിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആഡ് ചെയ്യപ്പെടുന്നത്? ഓപ്ഷൻസ് നൈട്രജൻ, നിക്രോം, നിയോൺ, നിയോബിയം. ഓപ്ഷൻസ് എ ആണ് ആൻസർ, നൈട്രജൻ. അപ്പോൾ ഒരു മെറ്റലിൻ്റെ സർഫസിൽ നൈട്രജൻ ആഡ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സാണ് നൈട്രൈഡിങ്. അതുകൊണ്ടാണ് അതിനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: ഇൻ കേസ് ഹാർഡനിങ് പ്രോസസ് അമോണിയ ഗ്യാസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ സ്റ്റീൽ. ദ പ്രോസസ് ഈസ് നോൺ ആസ്. കേസ് ഹാർഡനിങ് ചെയ്യുന്ന സമയത്ത് അമോണിയ ഗ്യാസ് ഉപയോഗിക്കും ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ. ആ പ്രോസസ്സിനെ പറയുന്ന പേര്. ഓപ്ഷൻസ് സൈനൈഡിങ്, നൈട്രൈഡിങ്, കാർബറൈസിങ്, അമോണൈസിങ്. ആൻസർ വന്നിട്ട് നൈട്രൈഡിങ് എന്നാണ്. ഇപ്പോൾ നൈട്രൈഡിങ് ചെയ്യുന്ന സമയത്ത് അമോണിയ NH3 ആണ് ഇതിൽ ഉപയോഗിക്കുക. അമോണിയ ഉപയോഗിക്കുന്ന സമയത്ത് അത് വിഘടിക്കുകയും നൈട്രജൻ ഡിഫ്യൂസ് ചെയ്യുകയും അതിൻ്റെ സർഫസ് ഹാർഡനിങ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് കാർബൺ പെർസെൻറ്റേജ് ഓൺ ദ സർഫസ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ ഈസ് നോൺ ആസ്. കാർബൺ പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ലോ കാർബൺ സ്റ്റീലിൻ്റെ സർഫസിൽ ചെയ്യുന്ന ഒരു കേസ് ഹാർഡനിങ് പ്രോസസ്സ് ഏതാണ്? ഓപ്ഷൻസ് ആർ ഹാർഡനിങ്, നൈട്രൈഡിങ്, കാർബറൈസിങ്, ടെമ്പറിങ്. ആൻസർ കാർബറൈസിങ്. നേരത്തെ നമ്മൾ കണ്ടു നൈട്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നൈട്രൈഡിങ്, കാർബൺ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് കാർബറൈസിങ്. നൈട്രൈഡിങ് ആയാലും കാർബറൈസിങ് ആയാലും ഇനി വരാനുള്ള കാർബോനൈട്രൈഡിങ് ആയാലും സൈനൈഡിങ് ആയാലും ഇതെല്ലാം തന്നെ എന്താണ്? ഡിഫ്യൂഷൻ മെത്തേഡുകളാണ്. അത് ഡിഫ്യൂസ് ചെയ്യുന്നത്, അതായത് കാർബൺ അല്ലെങ്കിൽ നൈട്രജൻ എല്ലാം തന്നെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ: which one of the following is the solid carburizing material? ചാർക്കോൾ, പെട്രോൾ, അമോണിയ, കെറോസിൻ. ഉത്തരം ചാർക്കോൾ എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: which of the following is not a method of carburizing? കാർബറൈസിങ് അല്ലാത്ത മെത്തേഡ് ഏതാണ്? പാക്ക് കാർബറൈസിങ്, ഗ്യാസ് കാർബറൈസിങ്, സൈനൈഡിങ്, നൈട്രൈഡിങ്. ആൻസർ ഈസ് നൈട്രൈഡിങ്. ഇപ്പോൾ കാർബറൈസിങ് വേറെ രീതികളാണ്. പാക്ക് കാർബറൈസിങ്ങും ഗ്യാസ് കാർബറൈസിങ്, ലിക്വിഡ് കാർബറൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മറ്റുള്ള വിവിധ തരത്തിലുള്ള കാർബറൈസിങ് മെത്തേഡുകളുണ്ട്. ഇപ്പോൾ നൈട്രൈഡിങ് എന്ന് പറയുന്നത് കാർബറൈസിങ് മെത്തേഡ് അല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ: സൈനൈഡിങ് ഈസ് യൂഷ്വലി ഡൺ ഫോർ. ഓപ്ഷൻസ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ, കാസ്റ്റ് അയേൺസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിഗ് അയേൺ. സൈനൈഡിങ് ഈസ് യൂഷ്വലി ഡൺ ഫോർ ഓപ്ഷൻ പ്ലെയിൻ കാർബൺ സ്റ്റീൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ: സൈനൈഡിങ് ഈസ് ക്യാരീഡ് ഔട്ട് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ്. ഓപ്ഷൻസ് 175 ഡിഗ്രി സെൽഷ്യസ്, 500 ഡിഗ്രി സെൽഷ്യസ്, 950 ഡിഗ്രി സെൽഷ്യസ്, 1300 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി 950 ഡിഗ്രി സെൽഷ്യസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ: ഗ്യാസ് സൈനൈഡിങ് ഈസ് അതർവൈസ് നോൺ ആസ്. ഓപ്ഷൻസ് നൈട്രൈഡിങ്, കാർബോനൈട്രൈഡിങ്, ഇൻഡക്ഷൻ ഹാർഡനിങ്, ഫ്ലെയിം ഹാർഡനിങ്. ആൻസർ വന്നിട്ട് കാർബോനൈട്രൈഡിങ് എന്നാണ്. അപ്പോൾ കാർബോനൈട്രൈഡിങ് എന്ന് പറയുന്നത് അടുത്തൊരു സർഫസ് ഹാർഡനിങ് പ്രോസസ്സാണ്. ഇതിൽ നൈട്രജനും കാർബണും ഡിഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ കാർബോനൈട്രൈഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കാർബണും നൈട്രജനും ഒരേപോലെ ഡിഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. ഇതിനെ സാധാരണയായിട്ട് ഗ്യാസ് സൈനൈഡിങ് എന്നോ അല്ലെങ്കിൽ ഡ്രൈ സൈനൈഡിങ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ നൈട്രൈഡിങ് കണ്ടു, നൈട്രജൻ ആഡ് ചെയ്തത്, പിന്നെ കാർബറൈസിങ് കണ്ടു, കാർബൺ ആഡ് ചെയ്തത്, കാർബോനൈട്രൈഡിങ് കണ്ടു, അതിൽ കാർബണും നൈട്രജനും കൂടിയാണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സൈനൈഡിങ് എന്ന് കൂടിയുള്ള പ്രോസസ്സ് കൂടിയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ: how is the heating of surface done in flame hardening technique? Options oxyacetylene torch, carburizing flame, electrode, direct sunlight. അടുത്തൊരു മെത്തേഡാണ് ഫ്ലെയിം ഹാർഡനിങ് ടെക്നിക്ക്. ഇപ്പോൾ ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറയുന്നതിൽ ഡിഫ്യൂഷൻ മെത്തേഡിനേക്കാൾ ഡിഫറൻ്റ് ആയിട്ട് തെർമൽ മെത്തേഡാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിലൊന്നും ഡിഫ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കാർബൺ ആഡ് ചെയ്യുകയോ നൈട്രജൻ ആഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഓക്സി അസറ്റിലിൻ ടോർച്ചിൻ്റെ സഹായത്താലാണ് സാധ്യമാക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ഇൻഡക്ഷൻ ഹാർഡനിങ് ഡിഫർ ഫ്രം ഫ്ലെയിം ഹാർഡനിങ്? ഈ ഇൻഡക്ഷൻ ഹാർഡനിങ് ഫ്ലെയിം ഹാർഡനിങ്ങിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത്?
ഓപ്ഷൻസ്: ഇലക്ട്രിക് കറണ്ട് ഈസ് യൂസ്ഡ്, ഹയർ കൊഞ്ചിങ് ടൈം, ലോ ടെമ്പറേച്ചർ ഓപ്പറേഷൻ, റിസൾട്ട് ഇൻ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള തെർമൽ മെത്തേഡുകളാണ്. ഒന്ന് ഫ്ലെയിം ഹാർഡനിങ് മെത്തേഡും, രണ്ട് ഇൻഡക്ഷൻ ഹാർഡനിങ് മെത്തേഡും. ഫ്ലെയിം ഹാർഡനിങ് മെത്തേഡ് നമ്മൾ സാധ്യമാക്കിയത് ഓക്സി അസറ്റിലീൻ ടോർച്ച് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഫ്ലെയിം ഹാർഡനിങ് നിന്ന് വ്യത്യസ്തമായി ഇൻഡക്ഷൻ ഹാർഡനിങ് മെത്തേഡ് നമ്മൾ സാധ്യമാക്കുന്നത് ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ സഹായത്താലാണ് ഇൻഡക്ഷൻ ഹാർഡനിങ് സാധ്യമാക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുമെന്ന് കരുതുന്നു. ഇത് പൂർണ്ണമായും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കി പോവുക. ഇതിന് ശേഷമുള്ള ഭാഗങ്ങൾ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതാണ്. താങ്ക് യു.